കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ 1891 ഇപ്പോൾ റോക്ല എന്നറിയപ്പെടുന്ന പോളണ്ടിലെ ബ്രസാലുവിലെ ഒരു ഉന്നത യഹൂദ കുടുംബത്തിലായിരുന്നു വിശുദ്ധ തെരേസ ബെനഡിക്റ്റ ജനിച്ചത്. എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവളുടെ ആദ്യകാല പേര്. പ്രമുഖ ജർമ്മൻ സർവകലാശാലയിലുള്ള പഠനങ്ങൾ വഴി നേടിയ അഗാധമായ പാണ്ഡിത്യം മൂലം അറിയപ്പെടുന്ന ഒരു തത്വചിന്തകയായി വിശുദ്ധ മാറി. തന്റെ കൗമാരത്തിൽ തന്നെ യഹൂദ മതത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ച എഡിത്ത് ഗോട്ടിൻജൻ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ വ്യക്തിപരമായ അനുഭവങ്ങളെയും ചേതനകളെയും ഘടനാപരമായി പഠിക്കുന്ന ഫിനോമിനോളജി എന്ന തത്വശാസ്ത്ര ശാഖയിൽ ആകൃഷ്ടയായി തീർന്നു. പ്രമുഖ ഫിനമോളജിസ്റ്റ് ആയിരുന്ന എഡ്മണ്ട് ഹുസൈറ്റിന്റെ ശിഷ്യത്വത്തിൽ തെരേസ തന്റെ പഠനത്തിൽ പുരോഗമിക്കുകയും 1916 തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. 1922 വരെ തെരേസ ഒരു സർവകലാശാല അധ്യാപികയായി സേവനം ചെയ്തു. പിന്നീട് സ്പെയറിലെ ഡൊമിനിക്കൻ വിദ്യാലയത്തിലേക്ക് മാറി. പക്ഷേ നാസികളുടെ സമ്മർദ്ദം കാരണം മ്യൂണിക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലി വിശുദ്ധയ്ക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. തന്റെ 14-ാമത്തെ വയസ്സിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട തിളക്കമാർന്ന തത്വചിന്തകയായിരുന്ന എഡിത്ത് സ്റ്റെയിൻ ഒരിക്കൽ ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവചരിത്രം വായിക്കുവാനിടയായി. ഈ സംഭവം അവളുടെ ജീവിതത്തെ പാടെ മറിക്കുകയും അവളുടെ ജ്ഞാനസ്നാനത്തിൽ അവസാനിച്ച ആത്മീയ യാത്രയുടെ പുതിയൊരു തുടക്കം കുറിക്കുകയും ചെയ്തു. 1933 ആവിലായിലെ വിശുദ്ധ തെരേസയെ അനുകരിച്ചുകൊണ്ട് അവൾ ഒരു കർമ്മലീത്ത സന്യാസിനിയായി തീരുകയും കുരിശിന്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയത്തിലെ വിഷവാതക അറയിൽ കിടന്ന് 1942 ഓഗസ്റ്റ് 9 മരണപ്പെടുകയുണ്ടായി.